മീഡിയ വൺ തെരഞ്ഞെടുപ്പ് പര്യടനം ദേശീയപാത ഇന്ന് മൂന്നാം ദിവസമാണ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് ദേശീയപാത ഇന്നുള്ളത്. മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ വടകര മാർക്കറ്റിൽ നിന്ന് ചേരുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലുമുണ്ട്. അപ്പോൾ ഇനി ദേശീയപാതയിലെ വിശേഷങ്ങളിലേക്ക്. ഗുഡ് മോർണിംഗ്. മൂന്നാം ദിവസം വടകര ദേശീയപാത നീങ്ങുകയാണ്. അപ്പോൾ വടകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടകരയിൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വടകരയിലെ ഒരു വലിയ മാർക്കറ്റിലാണ്. ഫിഷ് മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ധാരാളം രാവിലെ ആക്ടിവിറ്റീസ് ഇങ്ങനെ നടക്കുന്നൊരു സമയമാണ്. അതിൻ്റെ ഇടയിലാണ് ഇതാ വലിയൊരു ഓളമായിട്ട് വന്നിരിക്കുന്നു ഷാഫി പറമ്പിൽ. ഈ ഓളം ഉണ്ടാക്കുന്നതിൽ ഈ പുള്ളി പിന്നെ ടീഷർട്ടിനൊക്കെ നല്ല പങ്കിട്ടുണ്ട്. അല്ല, ഇവിടെ വന്നിട്ട് പുള്ളി ഇത് ഇറക്കുന്നത് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാ പുള്ളി ഇട്ട്. പിന്നെ രാവിലെ 6 മണിക്ക് തന്നെ പിന്നെ കഞ്ഞി മുക്കിയത് ഉടയാത്ത സാധനം ഇട്ടിട്ട് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. അവരൊക്കെ അധ്വാനിക്കുന്ന ആളുകളല്ലേ. പക്ഷെ ഒരു ചെറുപ്പക്കാരനാവാനുള്ള നല്ല ശ്രമമുണ്ട് ഷാഫി. ഇനി ആവാനപ്പൊ ഞാൻ അല്ലേ? പുള്ളിക്ക് അസൂയ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അല്ല, എനിക്ക് ഇതൊരു ഓളം മാത്രമായിട്ടല്ല തോന്നുന്നത്, സ്നേഹമായിട്ടാണ് തോന്നുന്നത്. അത് ഇവിടെ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്ന് തുടങ്ങിയ ആ സെക്കൻഡ് തൊട്ട് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും വടകരക്കാർ സ്നേഹം തരാതിരുന്നിട്ടില്ല. നല്ല പിന്തുണ തരുന്നുണ്ട്, നല്ല ധൈര്യം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കും. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത് എവിടെയാ? പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലായിരിക്കും. പക്ഷെ ഞാൻ ഏറ്റെടുക്കുന്ന ഈ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവവും വലുപ്പവും അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നവരാണ് അവരും. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് പോരുമ്പോൾ ഒരു പ്രയാസം അനുഭവപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലല്ലോ, ഞാൻ ഒട്ടും തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ഇവരുടെ ഇടയിൽ ഇങ്ങനെ വന്ന് നിൽക്കും എന്നുള്ള ഒരു ധാരണയെ എനിക്കില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ച് അതിനെ സംബന്ധിച്ച് ഒരു പാർട്ടി ഡയറക്ഷൻ വന്നപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഇവിടുത്തെ മത്സരത്തെ സംബന്ധിച്ചോ ജയിക്കുന്നതിനെ സംബന്ധിച്ചോ അങ്ങനത്തെ കാര്യങ്ങളല്ല. ഞാൻ ആദ്യം ആലോചിച്ച അവിടുന്ന് പോരുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായി. പക്ഷേ അവിടുന്ന് അവർ യാത്ര അയക്കുമ്പോൾ പറഞ്ഞു വന്നത് പോയിട്ട് തോറ്റിട്ട് വരാനല്ല. പാലക്കാട്ടുകാരും പറഞ്ഞത് വടകര പോയി ജയിച്ചു വരണമെന്നുള്ളതാണ് അവരും പറഞ്ഞത്. അപ്പം അത് ആ ഒരു ഇമ്പോർട്ടൻസ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദേശീയ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിയുന്നവരാണ് ഞാനും പാലക്കാട്ടുകാരും ഇവരൊക്കെ. കെ സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നാണ്. അല്ല, അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന്, ഇവിടെ BJP ജയിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, സുരേന്ദ്രനും അറിയാം, ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് പോലും അറിയാം. അപ്പൊ പിന്നെ ഞങ്ങളിവിടെ ജയിക്കില്ല, ഞാനിവിടെ ജയിക്കില്ല എന്ന് അടിയുറച്ച് സുരേന്ദ്രൻ പറയുന്നതിന്റെ ബേസ് അപ്പൊ ഇവിടെയുള്ള BJP വോട്ട് CPM കൊടുക്കാൻ ധാരണയായിട്ടുണ്ടോ? അതല്ലാതെ മറ്റെന്താണ്? അതല്ല, CPM ഇത്ര കോൺഫിഡൻസ് സുരേന്ദ്രനുണ്ടോ? CPM സ്ഥാനാർത്ഥിയും CPM നേതാക്കന്മാരും പറയുന്നതിനേക്കാളും കോൺഫിഡൻസ് അവരിവിടെ ജയിക്കുമെന്ന് BJP പറയണമെങ്കിൽ അത് BJPയും CPM വടകര സീറ്റിന്റെ കാര്യത്തിലും തൃശ്ശൂരിലും ഉണ്ടാക്കുന്ന ഒരു നെക്സസ് ആണ്. ഇത്ര ഉറച്ച് രണ്ടാമത് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോഴും പുള്ളി പറയുന്നത് എഴുതി വെച്ചോ പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ വടകരയിൽ ഞാൻ ജയിക്കില്ല എന്നുള്ളതാണ്. അല്ല, സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ ഷാഫി അതിൽ CPM എന്ത് ഉത്തരവാദിത്വം? അല്ല, സുരേന്ദ്രൻ അങ്ങനെ പറയുന്നത് തൃശ്ശൂരും കൂടെ കണക്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ വോട്ടിന്റെ ഷിഫ്റ്റിനെ സംബന്ധിച്ചല്ലാതെ സുരേന്ദ്രൻ എന്താ ഇത്ര ആത്മവിശ്വാസം? ഞാനൊരു കാര്യം പറയാം, സുരേന്ദ്രൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വടകരയും ജയിക്കും, പാലക്കാട് ബൈ ഇലക്ഷൻ വരും, അതും ഞങ്ങൾ ജയിക്കും. അതായത് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, തൃശ്ശൂരും ജയിക്കും. കേരളത്തിൽ ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് മുരളിയേട്ടന്റെ തൃശ്ശൂരായിരിക്കും. പിന്നെ അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതായത് ശൈല ടീച്ചർ അതിന് മറുപടി പറഞ്ഞത് ഈ കോലി ബി സഖ്യത്തിന്റെ പാരമ്പര്യം CPM-നല്ല, കോൺഗ്രസിനാണ്. അല്ല, അത് സുരേന്ദ്രന്റെ വർത്താനം കേട്ടപ്പോഴും ഇവിടെയുള്ള പല കേസുകൾ പരസ്പരം കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട് ആർക്കാണ് ഇപ്പൊ സഖ്യം എന്നുള്ളത്. ഇപ്പൊ അതൊരു മുന്നണി പോലെ പ്രവർത്തിക്കുന്ന പല ഒക്കേഷനും അവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇപ്പൊ സുരേന്ദ്രനെതിരായിട്ടുള്ള കേസ് തന്നെ എടുത്ത് നോക്കുക. ഞങ്ങളല്ലല്ലോ കേരളത്തിൽ ഇപ്പൊ അധികാരത്തിൽ. ഞങ്ങളെങ്ങാനും ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സമാനമായ സാഹചര്യമാണെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നു? അതാലോചിച്ചാൽ മതി. ഇപ്പോൾ ശൈല ടീച്ചർ എന്ന് പറഞ്ഞത് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു വളരെ പക്വമതിയായ ഒരു നല്ല പേരെടുത്ത മന്ത്രിയായിരുന്നു. നല്ല പക്വമതിയായ ഒരു നേതാവായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന, പലരും അംഗീകരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓളങ്ങൾക്കെല്ലാം ഉപരി അങ്ങനെ ഒരു പിന്നെ വിട്ടുകളയാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥിയല്ലേ ആ ഭാഗത്തുള്ളത്? ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇതൊരു ഓളം എന്ന് പറയാൻ ഞാൻ സിനിമാ നടനൊന്നും അല്ലല്ലോ, ഞാൻ പൊതുപ്രവർത്തകനല്ലേ.
ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കോഴ്സിനോട് പിന്തുണയുള്ളവരല്ല ഇവിടെ വന്ന് ചേരുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ നാഷണൽ പൊളിറ്റിക്സിന് ഇത്രയും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സീറ്റെങ്കിൽ ഓരോ സീറ്റും അധികം വരേണ്ട ഒരു കാലഘട്ടത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയും ആ മുന്നണിയും പറയുന്ന കാര്യങ്ങളോട് പിന്തുണയുള്ളവരാണ് ഞങ്ങളുടെ പരിപാടികളിലേക്ക് വരുന്നത്. അതല്ലാതെ ഞങ്ങൾ വേറെ ഒരു പരിപാടി ഓളം കാണിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഷാഫി, ഇപ്പൊ ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോ CK പത്മനാഭൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉത്തരേന്ത്യ അല്ല കേരളം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. BJPയുടെ ഒരു നേതാവ് അങ്ങനെ പറയുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും ഇതിനോടൊക്കെ ഒരു വിയോജിപ്പ് ഉണ്ട് BJPയുടെ ഇപ്പോഴത്തെ നയം. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? അങ്ങനെ ഒരു വിഭാഗമുണ്ടോ BJPയിൽ? അത് ഒരുപക്ഷെ കോൺഗ്രസിനോ അല്ലെങ്കിൽ മതേതര ശക്തികൾക്ക് പിന്തുണയാവുമോ അങ്ങനെയുള്ള നിലപാടുകൾ? അല്ല, BJPയിൽ നിന്നുകൊണ്ട് അവർക്ക് എത്രത്തോളം അങ്ങനത്തെ നിലപാടുകൾ എടുക്കാൻ പറ്റുന്ന കാര്യത്തിലേക്ക് എനിക്ക് സംശയമുണ്ട്. അല്ല, ഞാൻ വോട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ ആ ചിന്തയുള്ള ആളുകൾ തീർച്ചയായിട്ടും നാട് ഐക്യത്തിലൂടെ പുരോഗമനം കാണാൻ കഴിയും എന്നുള്ള ചിന്തയുള്ള ആളുകൾ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യരുത്. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ഒരു കാര്യം, ഇപ്പം CAയുടെ വിജ്ഞാപനം വന്നു. ഈ CAയുടെ വിജ്ഞാപനം വന്നിട്ട് അത് 40 രൂപക്ക് പെട്രോൾ കൊടുക്കുമോ? അത് 40 രൂപക്ക് ഡീസൽ കൊടുക്കുമോ? 400 രൂപക്ക് ഗ്യാസ് കൊടുക്കുമോ? 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമോ? 40 രൂപ കൊടുത്തൊരു ഡോളർ കിട്ടുമോ? പുതിയ സംരംഭങ്ങൾ ഉണ്ടാവുമോ? എക്സ്പോർട്ടിൽ ചൈനയെ മറികടക്കുമോ? ജനങ്ങളെ കർഷകന്റെ വായ്പകൾ ബാധ്യതകൾ ഇല്ലാതാവുമോ? അവന് MSP കിട്ടുമോ? അവർക്ക് ജീവനോടെ നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമോ? ഈ കരിനിയമങ്ങൾ പിൻവലിക്കപ്പെടും? ഒന്നുമില്ല. ഈ ഡിവിഷൻ മാത്രം അജണ്ടയാക്കുന്ന ഒരു ഭരണകൂടം, വെള്ളക്കാരൻ പണ്ട് ഇന്ത്യയെ പുറത്തുനിന്ന് വന്നിട്ടാണ് തകർത്തത്. ഇപ്പോഴത്തെ ഭരണകൂടം ഇന്ത്യയെ അകത്തു നിന്ന് തകർക്കാൻ ശ്രമിക്കും. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന BJPക്കാർ ഉൾപ്പെടെ വോട്ട് ചെയ്യും മാറി ചിന്തിക്കുന്ന, ഗവൺമെന്റിന് അനുകൂലമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യവും ആരുടെയും മനസ്സിലുണ്ടാവില്ല. അത് BJPക്കാരനാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് പോലും ഒരു ഭരണകൂട അനുകൂലമായ ഒരു നിലപാടെടുക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പീക്കായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആളുകൾ മാറി ചിന്തിക്കും. ആളുകളുടെ വോട്ട് ഞങ്ങൾക്ക് വരും എന്ന് തന്നെയാണ്. ഒറ്റ ചോദ്യം കൂടി, അതായത് പലരും ഈ BJPയിലേക്ക്, കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ BJPയിലേക്ക് പോയി കളയും എന്നുള്ള ഒരു സംശയം ഇങ്ങനെ പ്രചാരണത്തിൽ പലയിടത്തും ഉണ്ട്. ഇടതുപക്ഷം അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഷാഫിയെ കുറിച്ചല്ല, ഇങ്ങനെ കേട്ടൊരു സാധനം, BJP പോയി കളയോ എന്നൊരു ചോദ്യം ഇങ്ങനെ എവിടുന്ന് ഉയരുന്നു. അത് ഷാഫിയെ സംബന്ധിച്ച് ഉറപ്പുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സംഗതിയില്ല. പക്ഷെ അതൊരു പ്രശ്നമാണോ BJPക്ക്? അങ്ങനെ ഒരു പ്രശ്നം അല്ല, കോൺഗ്രസ് അതിന്റെ കണക്ക് ഇപ്പം ബംഗാൾ എടുത്താൽ, ത്രിപുര എടുത്താൽ, അതിന്റെ ഒരു കണക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിന്നിപ്പോൾ ആരും അങ്ങനെ വലിയ മെച്ചമാണെന്ന് പറയാനൊന്നും കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവസരങ്ങളുടെ മാത്രമല്ല രാഷ്ട്രീയം, ഐഡിയോളജിയുടെ കൂടിയാണ്. ഇവിടെ ഒരു അവസരം കിട്ടാതിരിക്കുമ്പോൾ അപ്പുറത്ത് ചെന്ന് ചേരാൻ പറ്റിയ ഒരു ഇടമല്ല അത്. കോൺഗ്രസ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവിടെ ചെന്ന് ചേരാൻ പറ്റിയൊരിടമല്ല. ഇപ്പോൾ പത്മേച്ചിയുടെ കാര്യം കൂടെ ചേർത്തിട്ടായിരിക്കും ഈ ചോദ്യം എന്നുള്ളത് തിരിച്ചറിയുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാ മാസവും 1-ാം തീയതി കണ്ണനെ പോയി കണ്ടിരുന്ന, അതിലൊരു പ്രയാസവും ഈ നാട്ടിൽ ഒരാൾക്കും അനുഭവപ്പെടാതിരുന്ന, ഇപ്പോഴും മതേതര കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണുകളിൽ ഒന്നായി കേരളം കാണുന്ന ലീഡർ K. കരുണാകരൻ്റെ മകള് പറയാണ് ചന്ദനക്കുറി തൊടാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളത്. ഒരു മാസവും 1-ാം തീയതി ഗുരുവായൂർ പോക്ക് മുടക്കാത്ത ലീഡറാണ്. അപ്പം അവർക്കതൊന്നുമല്ല പ്രശ്നം, അവർക്ക് എന്തെങ്കിലും ആവണം. ഇവിടെ അവസരങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയാൻ പറ്റുമോ? ചാലക്കുടിയിൽ, തൃശ്ശൂരിൽ സിറ്റിംഗ് സീറ്റുകളാണ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. അത് ജയിച്ചില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ കിട്ടുന്ന ഞാനതിനെ വേറൊരു ആംഗിളിൽ കൂടെയാണ് കാണുന്നത്. അവർ കോൺഗ്രസിനെ കൂടുതൽ അക്കാര്യത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, ആസ് എ പാർട്ടി ഒരിക്കലും BJPയുമായിട്ട് കൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുടുംബടക്കം ചട്ടിയും കലടക്കം അപ്പുറത്ത് പോകാനോ കോൺഗ്രസിനെ കിട്ടില്ല എന്നുള്ളത് ഏറ്റവും ബോധ്യമുള്ള ആളുകൾ BJPയാണ്. അപ്പോൾ 1-2 നിരാശരുടെയൊക്കെ പുറകെ നടന്ന് വലയിട്ട് പിടിച്ചിട്ട് അത് കോൺഗ്രസിൽ നിന്ന് ആളെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും കോൺഗ്രസ് ഇവിടെ ഒലിച്ചു പോകില്ല. BJPയെ രാജ്യത്ത് നേരിടാൻ ഇപ്പോഴും വിശ്വസിക്കാവുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഓക്കെ ഷാഫി, അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.